ഹലോ നമസ്കാരം, എൻ്റെ ദോസുമലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാറ്റത്തെ കിളിക്കൂടിൻ്റെ കഥയിലേക്കൊന്ന് പോയാലോ. അപ്പോൾ കാറ്റത്തെ കിളിക്കൂടിൻ്റെ കഥയിൽ നമ്മുടെ സുഭാഷും ടീമും കൂടെ അമ്പലത്തിൽ പൂജ ചെയ്യാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്, തറവാട്ട് അമ്പലത്തിൽ. അപ്പോൾ അവിടെ തന്നെ ലളിതയും സുനന്ദയുടെ ഭർത്താവും ഉണ്ട് കേട്ടോ. അപ്പോൾ സുനന്ദയുടെ ലളിതയാണെങ്കിൽ ഇത് തീരെ പ്രതീക്ഷിച്ചില്ല ഇവർ വരും എന്നുള്ളത്. അങ്ങനെ ഏട്ടനാണ് ഇവർക്ക് അഡ്രസ്സും കാര്യങ്ങളും പറഞ്ഞു കൊടുത്തതെന്ന് പറഞ്ഞിട്ട് അവരോട് ഭയങ്കര ഫൈറ്റാണ്. അതായത് പിന്നെ എന്താണ് സുഭാഷിനോടൊക്കെ. അപ്പോൾ ഇവരത് മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഭാസ്കരൻ ഒരു പോക്ക് അങ്ങോട്ട് പോയതാണ്. പുള്ളിയുടെ ഒരു വിവരമില്ല, പുള്ളി എങ്ങോട്ടാ പോയെന്ന് അറിയില്ല. കാരണം പുള്ളിയുടെ ചെറുപ്പകാലം അവിടെയായിരുന്നു, പുള്ളിയുടെ നാട് അവിടെയാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഇവർ സംസാരിച്ച് ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ ലളിത പിന്നെ ഫുഡ് ഉണ്ടാക്കുകയാണ് അകത്ത്. ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളുടെ നിധി അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. നിധി അങ്ങോട്ട് ചെല്ലുമ്പോൾ പിന്നെ ഭക്ഷണം ഉണ്ടാക്കുക. അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുകയാണോ എന്ന് ഈ കുട്ടി ചോദിക്കുന്നുണ്ട്, സ്വാഭാവികം. അപ്പോൾ അല്ല, ഞാൻ തുണി അലക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളെന്തിനങ്ങനെ ദേഷ്യപ്പെടുന്നത്? എനിക്കൊരു ഇത്തിരി സ്ഥലം തരികയാണെങ്കിൽ ഞാനൊരു ലേശം വെള്ളം ഇത്തിരി വെള്ളം ചൂടാക്കാനാണ് എന്ന് പറയും. അപ്പോൾ പറയും, ഇവിടുന്ന് ഒരു പാത്രം എടുക്കാൻ പാടില്ല, ഒരു സ്റ്റവ് എടുക്കാൻ പാടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ചൂടാവുകയാണ്. പറയും, ഞങ്ങളും നിങ്ങളെപ്പോലെ റൂം ബുക്ക് ചെയ്ത് വന്നതല്ലേ, ഞങ്ങൾക്കും ഇത് ഒരുപോലെ കോമൺ ആയിട്ട് ഉപയോഗിക്കാമല്ലോ കിച്ചണൊക്കെ. ഈ വീട്ടിലെ 2 ബെഡ്റൂമും ഞങ്ങളാണ് ബുക്ക് ചെയ്തത്, ഈ കിച്ചണും ഞങ്ങൾ ബുക്ക് ചെയ്തതെന്ന് പറയും. അപ്പോഴേക്കും സുധീഷ് അങ്ങോട്ട് വരും. അപ്പോൾ സുധീഷ് ചോദിക്കും, എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയും, പിന്നെ എന്താണ് ഈ ലേശം വെള്ളം ചൂടാക്കണമായിരുന്നു, എനിക്ക് ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ട് അങ്ങോട്ട്. അപ്പോൾ സമ്മതിക്കുന്നില്ല അറിയാം. ആര് സമ്മതിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ കാണിക്കില്ല, ലളിതമായി സമ്മതിക്കുന്നില്ല അറിയാം. അതെന്താ, നിങ്ങളത് മാത്രമല്ലല്ലോ, കിച്ചൺ കോമൺ ആണ്, എല്ലാവർക്കും ഉപയോഗിക്കാമല്ലോ. പിന്നെ എന്താണ് നിങ്ങളെന്താ അത് സമ്മതിക്കാത്തത് ചോദിക്കുന്നുണ്ട് സുധീഷ്. അപ്പോൾ പറയും, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പുറത്തെവിടെയെങ്കിലും പൊക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ വെറുതെ ഉടക്കുണ്ടാക്കുക. അപ്പോൾ പറയും, അങ്ങനെ പറ്റില്ലല്ലോ, ഇത് നിങ്ങളുടെ ഭർത്താവ് അവിടുന്ന് കൊടുന്നോന്നല്ലല്ലോ, ഇതെല്ലാവർക്കും ഉപയോഗിക്കാം, ഒരുപോലെ ഉപയോഗിക്കാം, അതിൽ നിങ്ങൾ വരുമ്പോൾ കൊടുക്കുന്നതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കശപിശയാക്കുകയാണ്. അപ്പോൾ നിധിക്ക് എന്താ വേണ്ട, ചൂടുവെള്ളമല്ലേ, ഇപ്പോൾ ഞങ്ങൾക്ക് ഫുഡൊന്നും വേണ്ട, ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഫുഡും ഉണ്ടാക്കണ്ട, ഞങ്ങളൊക്കെ നല്ല ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചോളാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയാം, വൃത്തിയും ശുദ്ധിയോട് കൂടിയിട്ട് വേണം പൂജ ചെയ്യാൻ, അല്ലാണ്ട് ഹോട്ടലിലെ ഫുഡ് പിന്നെ കഴിച്ചിട്ടല്ല എന്ന് പറയണം. അപ്പോൾ പറയും, ഇവിടെ നല്ല അമ്പലത്തിൽ തൊഴാൻ വരുന്നവർക്ക് വൃത്തിയും ശുദ്ധിയോട് കൂടി ഉണ്ടാക്കുന്ന ഹോട്ടലുകളുണ്ട്, അതൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് അറിയും. നിങ്ങളിപ്പോൾ ആദ്യം നിങ്ങളൊരു പാത്രം എടുത്ത് മാറ്റും, ഞാൻ ലേശം വെള്ളം ചൂടാക്കട്ടെ അറിയാം. അത് പറ്റില്ല എന്ന് പറയും. അപ്പോൾ പിന്നെ നിങ്ങളെ സൗകര്യം നോക്കിയിട്ടല്ലേ എന്ന് പറഞ്ഞിട്ട് സുധീഷ് എന്ത് ചെയ്യും, ഒരു അടുപ്പിൽ നിന്ന് ഒരു സ്റ്റവിൻ്റെ മുകളിൽ നിന്ന് ഒരു പാത്രം എടുത്ത് മാറ്റി വെച്ച് ഒരു ചെമ്പിൽ, ഒരു പാത്രത്തിൽ ചായ ചെമ്പിൽ ലേശം വെള്ളം എടുത്ത് ചൂടാക്കുന്നത്. ഏട്ടാ നീ എന്ത് ഈ കാണിക്കുന്നത്, പകുതി വേവിച്ച സാധനങ്ങൾ എടുത്ത് മാറ്റി വയ്ക്കാൻ പാടില്ല എന്ന് പറയുക. അപ്പോൾ പറയും, പകുതി വേവിച്ച പച്ചക്കറിയൊക്കെ പകുതി വേവിച്ചത് നല്ല സ്വാദാ എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ അവിടെയോ ഞങ്ങളോട് ഉടക്കാണ്, ഏത് നേരം വഴക്കും പ്രശ്നമാണ്, ഇവിടെ അതിന് തന്നെയാണോ വന്നിരുന്നത് എന്ന് ചോദിക്കുക. ഞങ്ങളല്ലല്ലോ വന്നിരുന്നത്, ഞങ്ങൾ ന്യായം പറഞ്ഞതല്ലേ ഉള്ളൂ, ഞാൻ നിങ്ങളോട് ഇപ്പോൾ ഉടക്കിന് വന്നോ, ഒരു സ്റ്റവ് ലേശം ഒന്ന് ഒഴിഞ്ഞു കൊടുക്കണേനാണോ നിങ്ങൾ ഈ പറയുന്നത് എന്ന് പറയും. എന്തായാലും ഞങ്ങൾ വെള്ളം ചൂടാക്കിയിട്ട് തന്നെ പോകുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വെള്ളം ചൂടാക്കാൻ പിന്നെ ചൂടാക്കി കൊടുക്കുകയാണ് നിധിക്ക്. അപ്പോൾ അങ്ങനെ വരുന്നുണ്ട്, ഉമ്മറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ സുഭാഷും എന്താ പറയുക, നമ്മുടെ ചാന്ദിനിയും ഉമ്മറത്തിരുന്ന് സംസാരിക്കുന്നുണ്ട്. അതുപോലെ നികേഷ് ഒരു ഫോണിൽ കളിക്കുന്നുണ്ട്, ഹരീഷ് ഒരു ഫോണും കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഉമ്മർത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് എന്താ മോളെ, എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട് സുഭാഷ്. അപ്പോൾ ഒന്നുമില്ല, ഞാനൊരു ലേശം വെള്ളം ചൂടാക്കാൻ വേണ്ടി ചെന്നതാണ്, അപ്പോഴേക്കും ഇങ്ങനെ ഇങ്ങനെ അമ്മായി ദേഷ്യപ്പെട്ടു എന്ന് പറയും. അപ്പോൾ അവരെന്താ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, മോൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ അത് ഞാൻ ഉണ്ടാക്കി തരാം എന്ന് പറയണം. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ ഇരുന്ന് എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കണം, ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയും, ചൂട് കൂടുതലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചൂട് കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ഊതി കുടിച്ചാൽ മതി, മാറട്ടെ, ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിയുമ്പോഴേക്കും പിന്നെ ഫുഡ് കൊണ്ട് മണി വരികയാണ്. മണിയേട്ടൻ എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, പുള്ളി ഫുഡും കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ പറയും, ഫുഡൊക്കെ ഏർപ്പാടാക്കിയോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഉള്ളത് വാങ്ങിച്ചിട്ടില്ലേ ചോദിക്കുന്നുണ്ട് സുധീഷ്. അപ്പോൾ എല്ലാവർക്കും ഉള്ളത് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഈ നല്ല സ്വാമീസ് എന്ന് പറഞ്ഞൊരു ഹോട്ടലിൻ്റെ അവിടെ നിന്നാണ് അറിയും. അപ്പോൾ നിങ്ങളിത് മുന്നേ ഏൽപ്പിച്ചോ എന്ന് ചോദിക്കുകയാണ് നിധി. അപ്പോൾ പറയും, ഏൽപ്പിച്ചു നിധി, ഞാൻ വന്ന ഉടനെ അതാണ് ചെയ്തത്, എല്ലാവരും യാത്രയിലല്ലേ,
അപ്പോൾ എല്ലാവർക്കും ക്ഷീണം കാണുമല്ലോ, അതുകൊണ്ടാണ് ഫുഡ് ഏൽപ്പിച്ചത് അറിയാം. പറയും ഞങ്ങളൊക്കെ കാറ് കടന്നിറങ്ങി, നിങ്ങളല്ലേ വണ്ടി ഓടിച്ചത്, നിങ്ങൾക്കല്ലേ ക്ഷീണം എന്ന് പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ല എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ പിന്നെ ഫുഡ് എല്ലാവർക്കും ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈ ലളിത വന്ന് നോക്കുമ്പോൾ ഇവരൊക്കെ നന്നായിട്ട് ഫുഡ് കഴിക്കുക. അപ്പോൾ പറയും നിങ്ങളിപ്പോൾ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ചുകൊണ്ട് ഭക്ഷണം വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചിലരുടെ വിചാരം ഇനിയിപ്പോൾ അവർ വെച്ചുണ്ടാക്കി തന്നിട്ട് നമുക്ക് തരേണ്ടി വരുമോ എന്ന് വിചാരിച്ചിട്ട് അവർ ആദ്യം ഉടക്ക് പറഞ്ഞു പിന്നെ പറയാം. അപ്പോൾ പറയും നിങ്ങളെപ്പോലെ കഞ്ഞിയൊന്നല്ല ഞങ്ങൾ ഫുഡ് പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ട് വരുന്നത് നികേഷ് എന്തൊരു കമൻറ്റ് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി എല്ലാവരും ചിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് ആകെ കുറച്ചിലായിട്ട് അങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ മണിയോട് മണി പിന്നെ എന്തിനാ ഇവരെയും കൂടെ ഇവിടെ അക്കോമഡേഷൻ അയാൾ പോയിട്ടില്ല, അയാൾ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ സ്ത്രീ ലളിത അങ്ങനെ അകത്തേക്ക് കയറി പോവുകയാണ്. അതിന് പിന്നാലെ ഭാസ്കരൻ്റെ 2-3 കൂട്ടുകാരും കൂടെ അങ്ങോട്ട് വരും. അവരാണ് എല്ലാവരും നല്ല വെള്ളത്തിലാണ്. അങ്ങനെ വന്നില്ല. അപ്പോൾ വന്നിട്ട് പറയും എടാ ഇതാണ് ഇപ്പോൾ ഞങ്ങൾ ഇവിടെയാണ് താമസിക്കുന്നത്, എൻ്റെ ഇപ്പോൾ മക്കളടുത്ത് പറയുന്നുണ്ട് ഞങ്ങളുടെ എൻ്റെ കൂട്ടുകാരാണ്, ഞങ്ങൾ കുഞ്ഞുനാളിലേ ഉള്ള കൂട്ടുകാരാണ്, ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചിരുന്നതും ഒക്കെ എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഈ വെള്ളടി അത്യാവശ്യം നന്നായിട്ട് എല്ലാവരും വെള്ളമടിച്ചിട്ടുണ്ട്. ഒരാളുടെ ലോനപ്പെന്നോ പിന്നെ വേറെ അങ്ങനെ 2-3 പേരുടെ പേര് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾ ഭാസ്കരൻ പറയുന്നതാണ് ഞങ്ങൾ സ്കൂളിൽ അറിയപ്പെടുന്നതിന് ABCD എന്ന് പറഞ്ഞിട്ടാണ്. കാരണം ഇവർ സ്കൂളിലൊക്കെ പാടുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഇവർ അവിടെ നിന്നൊരു പാട്ടൊക്കെ പാടുന്നു, എല്ലാവരും കൂടെ കൈകൊട്ടിക്കളിയും പാട്ടൊക്കെ കേട്ട്. അപ്പോഴേക്കും ലളിത അത് കേട്ട് ഓടി വരുന്നുണ്ട്. ലളിത എന്നിട്ട് ചോദിക്കുന്നു ഇതെന്തത് ഇങ്ങനെ കടന്ന് ബഹളം വയ്ക്കുന്നത്, ചന്തയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ മണിയോട് പറയൂ മണി ഇതിലാണോ ഞങ്ങളെ ഇവിടെ കൊടുക്കുന്നത്, ഇത് എന്തൊരു സ്വൈരക്കേടാണ് എന്നൊക്കെ പറയുക. അപ്പോൾ പറയും ഇവിടെ നിന്ന് പാടണ്ട നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് അറിയാൻ കേട്ടോ. അങ്ങനെ അറിയാം എന്നാൽ നീ നമുക്ക് ആ കുന്നിൻ്റെ മുകളിൽ പോയിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇവർ 4 ആളും കൂടെ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അച്ഛൻ വന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അറിയും വേണ്ടടാ എനിക്ക് എൻ്റെ കൂട്ടുകാരെ കിട്ടിയപ്പോൾ തന്നെ ഭക്ഷണത്തിൻ്റെ കാര്യം ഞാൻ മറന്നുപോയി, അതൊന്നും വേണ്ട എന്നൊക്കെ പറയും. അപ്പോൾ മക്കളെയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ ഭാസ്കരൻ, 4 ആളെയും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇത് പിന്നെ മോൻ്റെ സുധീഷിൻ്റെ ഭാര്യയാണ് എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോൾ ശാന്തി എഴുന്നേറ്റ് അകത്തേക്ക് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഇവരും പുറത്തേക്ക് പോകും. പിന്നെ കിടക്കാനുള്ള സെറ്റപ്പായിട്ട് അപ്പോൾ ഒരു ഹാളിൽ പായിട്ടിട്ട് സുഭാഷും നികേഷും ഹരീഷൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ ചാന്ദിനി ഒരു റൂമിലും പോവും, നിധി വേറെ റൂമിലും പോവുകയാണ് കേട്ടോ. അപ്പോൾ നിധിയുടെ പിന്നാലെ സുധീഷ് എന്നിട്ട് ചോദിക്കും നിധി തനിച്ച് കിടക്കാൻ പേടിയുണ്ടാവും, ഞാനും കൂടെ വന്ന് കിടക്കാം എന്ന് പറയണം. അപ്പോൾ നിധി അങ്ങനെ നോക്കുകയാണ്. അല്ല ഞാനൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞില്ല, പരിചയമില്ലാത്ത സ്ഥലമല്ലേ, പരിചയമില്ലാത്ത വീടല്ലേ, പരിചയമില്ലാത്ത മുറിയല്ലേ, അതുകൊണ്ടാണ് ഞാൻ ആ മൂലയിൽ എവിടെയെങ്കിലും കിടന്നോളാം, വേറെ ഒന്നും ഉദ്ദേശിച്ചല്ല എന്നൊക്കെ പറയും. അപ്പോൾ പറയാം അതൊന്നും വേണ്ട, ഞാൻ തനിച്ച് കിടന്നോളാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയാം അതില്ല കരണ്ടെങ്ങാനും പോയാലോ പേടിയാവില്ല, ഇവിടെ നെറ്റ്വർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് കിട്ടാൻ എന്ന് പറയുമ്പോൾ ആയിക്കോട്ടെ കുഴപ്പമില്ല, എൻ്റെ ഫോണിൽ ടോർച്ച് ഉണ്ട്, ഞാനത് എടുത്തോളാം എന്നറിയാം. അല്ല വിളിക്കാൻ അടുത്തൊരാളുള്ളപ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറയും. അപ്പോൾ എന്തൊക്കെ പറഞ്ഞിട്ടും നിധി വീഴുന്നില്ല എന്ന് അപ്പോഴേക്കാണ് നമ്മുടെ ഹരീഷ് അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ എടുത്ത് ചാന്ദിനിക്ക് അവിടെ തനിച്ച് കിടക്കുന്ന ഒരു ബുദ്ധിമുട്ട് പോലെ. അപ്പോൾ ഇങ്ങോട്ട് വന്നോട്ടെ ചോദിക്കുന്നുണ്ട് അറിയാം. അതിനെന്താ ഇങ്ങോട്ട് വന്നോട്ടെ, ഞാൻ എന്തായാലും ഇവിടെ തനിച്ചല്ലേ കിടക്കണമെന്ന് അറിയാം. അപ്പോൾ സുധീഷിനെ കാണുമ്പോൾ ദേഷ്യം വരും. സുധീഷ് ഏട്ടാന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്, പക്ഷേ ഇയാളത് ശ്രദ്ധിക്കുന്നില്ല, ഹരീഷ് ശ്രദ്ധിക്കുന്നില്ല. വരാൻ പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട് നിധി വാതിലടയ്ക്കുക. എന്നാൽ എടുത്തി കടന്നോളൂ, ഞങ്ങളെല്ലാവരും ഇത് അപ്പുറത്ത് തന്നെ കിടക്കുന്നുണ്ട് അറിയും. അങ്ങനെ നിധി വാതിലടയ്ക്കുമ്പോൾ പറയും നീ എന്ത് പണിയാടാ കാണിച്ചത്, ഞാൻ എങ്ങനെയെങ്കിലും ആ റൂമിൽ എവിടെയെങ്കിലും ഒന്ന് കിടക്കണമെന്ന് വിചാരിച്ചിരുന്നപ്പോഴേക്കും നീ വന്ന് ആകെ കോളാക്കി എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ വെറുതെ വേണ്ടാത്തതിന് നിൽക്കണം, വെറുതെ എടുത്തിരുന്ന് അടി വാങ്ങിക്കേണ്ട നിങ്ങളെന്ന് പറയാണ്. പിന്നെ അവൾ എന്നെ തല്ലൊന്നുമില്ല. എന്നാൽ ചെന്ന് നോക്ക്, അവൾ എടുത്ത് ചെരുപ്പൂരി അടിക്കുന്ന പറയും. അപ്പോൾ ഇങ്ങനെ മടിച്ച് പിന്നെ അവന് എങ്ങനെയെങ്കിലും സെറ്റാക്കിയിട്ട് അവിടെ നിന്ന് അതിൻ്റെ ഉള്ളിൽ പോയി കിടക്കണമെന്നായിരുന്നു ഉദ്ദേശം. പക്ഷേ അത് അവൾ സമ്മതിക്കണ്ടേ. അങ്ങനെ പിന്നെ എല്ലാവരും കൂടെ അകത്ത് വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ കിടക്കാൻ വേണ്ടി ഇങ്ങനെ തയ്യാറെടുക്കുന്ന സമയത്ത് നമ്മളുടെ പിന്നെ ഈ ചാന്ദിനിയും നിധിയും കൂടെ വന്നിട്ട് സുഭാഷിനോട് ഗുഡ് നൈറ്റ് പറയാണ്. അപ്പോൾ സുഭാഷേട്ടാ ഗുഡ് നൈറ്റ് എന്ന് പറയുന്നത് നിധി. അപ്പോൾ ചാന്ദിനിയും പറയും ഗുഡ് നൈറ്റ് എന്ന് പറയാണ്. അപ്പോൾ സുഭാഷ് ഗുഡ് നൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നികേഷ് പറയും എന്താണ് ഒരു മധുരം ഗുഡ് നൈറ്റിൽ എന്നൊക്കെ പറയുമ്പോൾ പൊടാ എന്ന് പറയുന്നുണ്ടേ. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ കിടക്കാൻ പോകുന്ന സമയത്ത് ലളിത
അപ്പോഴേക്ക് നിധി എന്താ ഇപ്പോൾ ഇവളിവിടെ ഒറ്റയ്ക്ക് കിടക്കുന്നത്, മറ്റവൻ എന്താ അവിടെ കിടക്കുന്നത്, അവർക്ക് ആകെപ്പാടെ കൺഫ്യൂഷൻ. അപ്പോൾ ലളിത എന്ത് ചെയ്യും, ഇവളോട് ചോദിക്കുക, നിധിയോട് ചോദിക്കുന്നുണ്ട്, നീ എവിടെയാണോ കിടക്കുന്നത് പറയുമ്പോൾ അതെ ഞാനിവിടെ കിടക്കുന്നത്. അപ്പോൾ എന്താ അവൻ അവിടെ കിടക്കുന്നത്, അവർ ബ്രദേഴ്സൊക്കെ കൂടെ അവിടെ കിടക്കുന്നത്, അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചല്ലേ കിടക്കുന്നതെന്ന്. അല്ല ഞാനിവിടെയും അവരെല്ലാവരും കൂടെ അവിടെ, അതെന്താ അങ്ങനെ, അപ്പോൾ എങ്ങനെ എന്ന് ചോദിക്കും നിധി. നിങ്ങൾക്ക് എന്തൊക്കെ അറിയണം എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ പറയും ഞങ്ങൾ അമ്പലത്തിൽ തൊഴാൻ വേണ്ടി വന്നിരിക്കുക, അല്ലാണ്ട് വേറെ ഒന്നിനും അല്ല വന്നിരിക്കുന്നത്, അവരവിടെയും കിടക്കണു ഞാൻ ഇവിടെയും കിടക്കണമെന്ന് പറയും. അപ്പോഴേക്കും ചാന്ദ്രി അങ്ങോട്ട് വരുന്നുണ്ട്. ചാന്ദ്രി അങ്ങോട്ട് വരുന്ന സമയത്ത് ഇവളും നിൻ്റെ കൂടെയാണോ കിടക്കുന്നത്, അതെ അതിനിപ്പോൾ എന്താ കുഴപ്പം എന്ന് ചോദിക്കുകയാണ്. അല്ല ഞാൻ വിചാരിച്ചു നിങ്ങൾ ഒരുമിച്ചാണ് കിടക്കുന്നത്, ഇപ്പോൾ എന്താ ഇപ്പോൾ ഒരുമിച്ച് കിടന്നിട്ടില്ലെങ്കിൽ, അല്ല അങ്ങനെയല്ലേ വേണ്ടത് എന്ന് ചോദിക്കും. അല്ല നിങ്ങൾ കിടക്കുമ്പോൾ അങ്കിൾ അവിടുന്ന് ഫ്ലൈറ്റ് പിടിച്ചിട്ട് ദിവസം നിങ്ങൾ രാത്രി നിങ്ങളെ കൂടെ വന്ന് കിടക്കലുണ്ടോ ചോദിക്കുക. എന്താ നിൻ്റെ ഒരു വായൽ നാവ്, ആ അടുക്കളയിൽ വന്ന് വെള്ളം ചോദിച്ചപ്പോൾ പാവമായിട്ടാണ് എനിക്ക് തോന്നിയത്, പക്ഷേ എന്തൊരു അഹങ്കാരം എന്ന് പറയും, നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടാൻ നിൽക്കണ്ട, നിങ്ങൾ കാര്യം നോക്കി പോയി എന്ന് പറയുകയാണ് കേട്ടോ. എന്നിട്ട് നല്ലൊരു കൊട്ട് കൊടുക്കുന്നുണ്ട്. ലളിതയ്ക്ക് ചോദിച്ചു വാങ്ങി. അങ്ങനെ അവൾ വാതിലടച്ച് പോവുകയാണ്, നിധി വാതിലടച്ച് പോവുക. വിചാരിച്ച പോലെയൊന്നുമല്ല അവൾ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവിടുന്ന് അങ്ങോട്ട് പോകും. അത് കഴിഞ്ഞ് ഇവർ നാലാളും കൂടെ, അപ്പോൾ നികേഷിൻ്റെ കയ്യിൽ ഒരു ബോളുണ്ട്, അപ്പോൾ അത് അവനങ്ങനെ ചുമരിൻ്റെ മുകളിലിട്ട് ഇങ്ങനെ പിടിക്കുകയൊക്കെ ചെയ്യാണ്. അപ്പോൾ പറയും കിടന്നുറങ്ങാൻ നോക്കട്ടെ, രാവിലെ നേരത്തെ പോകേണ്ടതല്ലേ എന്ന് പറയും. അങ്ങനെ പിന്നെ എല്ലാവരും കൂടെ കിടന്നുറങ്ങുന്നുണ്ട്. പിന്നെ രാവിലെ നേരത്തെ എഴുന്നേറ്റ് നികേഷ് ഒരു 2 ബിഗ് ഷോപ്പർ കൊടുന്ന് അതിൽ കുറേ വാഴയിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട്. അതുപോലെ വിളക്കും ഒക്കെ എടുത്ത് ഒരു ബിഗ് ഷോപ്പറിൽ വെക്കുന്നുണ്ട്. അവിടേക്ക് നമ്മളുടെ സുധീഷ് നല്ല അടിപൊളി വേഷത്തിൽ വരുന്നുണ്ട്, ഒരു മുണ്ടും പച്ച ഷർട്ടൊക്കെ എടുത്ത് നല്ല സുന്ദരനായിട്ട്. അപ്പോൾ പറയും ഇതെന്താ ഒരു തമ്പുരാൻ ലുക്കിൽ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മളെ നികേഷ്. അപ്പോൾ പറയും എടാ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നുണ്ട്. അടിപൊളിയായിട്ടുണ്ട് എന്നൊക്കെ പറയും. ഇന്ന് നിധിയും സാരി എടുക്കുക, അതുകൊണ്ട് ഞാൻ ഈ മുണ്ട് ഷർട്ട് എടുത്തത് എന്ന് പറയും. അപ്പോൾ അറിയാം എങ്ങനെയെന്ന് നേരത്തെ സാരി ഉടുക്കാമെന്ന് നിധിഷേട്ടന് തോന്നിയത് വയ്ക്കുമ്പോൾ, നീ കണ്ടോ സുധീഷേട്ടന് തോന്നി വയ്ക്കുക, അപ്പോൾ നീ കണ്ടോ നിധിന്ന് സാരി ഉടുത്തിട്ടാണ് വരിക എന്ന് പറയാം. അങ്ങനെ പറഞ്ഞിരിക്കുമ്പോഴേക്കും നിധി വാതിൽ തുറന്നിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ പറയും കണ്ടടാ എന്ന് ചോദിക്കാൻ. അപ്പോൾ നല്ല ഭംഗിയുണ്ട് ഇത്, കാരണം സാരി എടുത്തിട്ട് നല്ല സുന്ദരിയായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ പറയും നേരത്തെ നല്ല സുന്ദരിയായിട്ടുണ്ട് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ താങ്ക് യു നികേഷേ എന്ന് പറയാം. അപ്പോഴേക്കും ഈ സുധീഷ് കുറച്ച് പൂവ് വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പൂവും കൊണ്ട് ചെല്ലുകയാണ് നമ്മളെ സുധീഷ് നിധിയുടെ അടുത്തേക്ക്. എന്നാൽ നിധി നിനക്ക് വേണ്ടി വാങ്ങി വെച്ചതാ അറിയും. അപ്പോൾ പൂവോ എന്ന് വയ്ക്കുമ്പോൾ എനിക്കറിയായിരുന്നു നീ സാരി കൊടുക്കുക എന്നുള്ള, അതുകൊണ്ട് കുറച്ച് പൂവും കൂടെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരത്തെ പൂ വാങ്ങി വെച്ചത് അറിയുമ്പോൾ താങ്ക്സ് പറയുന്നുണ്ട്. അങ്ങനെ ആ പൂവ് വാങ്ങി ഇങ്ങനെ എടുത്ത് തലയിൽ വെക്കാൻ വേണ്ടിയിട്ട് അവളങ്ങനെ എടുത്ത് വെക്കുമ്പോൾ നമ്മളെ നികേഷ് എന്ത് ചെയ്യും, അവൻ്റെ ഫോൺ എടുത്തിട്ട്, അപ്പോൾ ഇവങ്ങനെ നോക്കി നിൽക്കുകയാണ് ഹരീഷ്, ഇവിടെ ഈ പൂ വയ്ക്കുന്നത് നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടേ. അപ്പോൾ പറയും നീങ്ങി നിൽക്കുമെന്ന് പറയും. അടുത്തേക്ക് നീങ്ങി നിൽക്കാൻ വേണ്ടി പറയണേ, പക്ഷേ ഈ പൊട്ടന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഫോൺ ഇങ്ങനെ എടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ പറയും അങ്ങോട്ട് നീങ്ങി നിൽക്കുന്ന അങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇവരിങ്ങനെ നീങ്ങി നിൽക്കാൻ വേണ്ടി പറയുമ്പോൾ എന്താടാന്ന് ചോദിക്കുകയാണേ. അപ്പോൾ പറയും ഫോട്ടോ എന്ന് പറയുമ്പോഴേക്കും ഇവങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ് നമ്മളെ പിന്നെ നികേഷിനെങ്ങനെ നോക്കി നിൽക്കുകയാണ് സുധീഷ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളുടെ കാറ്റത്തെ കിളിക്കൂടിൻ്റെ കഥ വരുന്നത്. പക്ഷേ അതിൽ നാളത്തെ കഥയിൽ ഒരു ചോദ്യം നമ്മളുടെ നികേഷോ ചോദിക്കുന്നുണ്ട് സുഭാഷിനോട്, സുധീഷ് ചോദിക്കുന്നുണ്ട് സുഭാഷിനോട്, ഏട്ടാ നിധിക്കൊരു സംശയമുണ്ട്, അപ്പം നമ്മുടെ അമ്മയുടെ നാട് എവിടെയാണ് എന്നൊരു ചോദ്യം സുധീഷ് സുഭാഷിനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. സത്യത്തിൽ അത് ആർക്കും അറിയില്ല, നമ്മുടെ നാട് എവിടെയാണ് എന്താണെന്നുള്ളതൊന്നും അവർക്കറിയില്ല. എന്തായാലും നല്ലൊരു ഇതിലേക്കാണ് നമ്മുടെ കഥ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാരും മിസ് ചെയ്യാണ്ട് കാണുക. അതുപോലെ എൻ്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ അമർത്തി ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എല്ലാവരും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തുന്നു. താങ്ക് യു.